കേരളത്തിലെ ആദ്യത്തെ ബെൻലി ബെൻഡേഗ സിഗ്നേച്ചർ എഡിഷൻ ഇതെടുത്തിട്ടുള്ളത് പോളണ്ട് മൂസ എന്നറിയപ്പെടുന്ന മൂസഹാജിയാണ്. മലപ്പുറം സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന അദ്ദേഹത്തിന്റെ കാറിന്റെ ഡെലിവറി വീഡിയോ ആണിത്. സിനിമാറ്റിക് സ്റ്റൈലിലായിരുന്നു ഈ ഒരു ഡെലിവറി. ഏകദേശം 10 കോടിക്ക് മുകളിൽ ഈ കാറിന് വില വരുന്നുണ്ട്. അതുപോലെ തന്നെ 132 രാജ്യങ്ങളിലായിട്ട് ഫ്രാഗ്രൻസസിന്റെ ബിസിനസ് ആണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. അധികം വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇദ്ദേഹം ഇന്ന് 132 രാജ്യങ്ങൾക്ക് മുകളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. 15 ലോകഭാഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്നും കൂടാതെ ഈ കാണുന്ന കാറുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കളക്ഷൻസിലുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ബിസിനസ്സും അതുപോലെ തന്നെ കാർ കളക്ഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വിദ്യാഭ്യാസം 3ാം ക്ലാസ്സാണ്. ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള 15 ഭാഷകൾ ഞാൻ സംസാരിക്കും. ഇന്ന് 132 രാജ്യങ്ങളിൽ ഞങ്ങളെ പ്രൊഡക്റ്റ് ഞങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. അതിലെല്ലാം എനിക്ക് കരുത്തേക്കുന്നത് എൻ്റെ ഭാഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ റഷ്യൻ, ബൾഗേറിയൻ, പോളിഷ്, റൊമാനിയൻ, അറബി, ഹിന്ദി, ഇംഗ്ലീഷ്, കിർഗി, കസാക്കി, പിന്നെ അതുപോലെ തന്നെ സൊമാലി, ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ഞാൻ സംസാരിക്കും. എല്ലാ ഭാഷകളിലും സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ലാംഗ്വേജിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ബൾഗേറിയൻ സംസാരിക്കുമ്പോൾ കാക്സി എന്നാണ് ചോദിക്കുക. നേരെ മറിച്ച് റൊമാനിയയിലാണെങ്കിൽ ചീഫാച്ചി എന്നാണ് ചോദിക്കുക. റഷ്യയിലാണെങ്കിൽ കാഗ്ദില എന്ന് ചോദിക്കുക. ഹൗ എന്ന് ചോദിക്കണതിന് പകരമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ തന്നെ എൻ്റെ യൂണിവേഴ്സിറ്റി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള സമയം എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുവാണെങ്കിൽ. കാരണം 9ാമത്തെ വയസ്സിൽ മൈസൂർക്ക് നാട് വിട്ടു. 9ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ മൈസൂർക്ക് നാട്ട് വിട്ടു. പിന്നെ മൈസൂരിൽ ടോട്ടൽ ഡിഫറെൻറ്റ് ലാംഗ്വേജും ഡിഫറെൻറ്റ് കൾച്ചറും ഡിഫറെൻറ്റ് ആൾക്കാർ പീപ്പിളും എല്ലാം അങ്ങനത്തെ ഉള്ള. അപ്പോൾ അവിടുന്ന് ഭാഷ അറിയാത്ത ഒരു കാരണം അവിടുന്ന് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടുന്ന് നാട്ടിൽ വന്നു, കുറച്ചു കാലം നാട്ടിൽ നിന്നിട്ട് പിന്നെ വീണ്ടും ദുബൈക്ക് വന്നു. ദുബൈക്ക് വന്നപ്പോഴും അതന്നെ അറബി വീട്ടിൽ ജോലി ചെയ്യുന്നപ്പോൾ അപ്പോഴും ഒരു മലയാളിയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടുന്ന് വെറുതെ വേറെയുള്ള ജോലികളിൽ പല ജോലികളും ഞാൻ ചെയ്തു. അവിടുന്ന് ഒന്നും ഒരു പെർമനൻ്റ് ആയിട്ടൊരു ജോലിയിൽ നിൽക്കാത്ത കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടാക്കാൻ ആരോട്ടും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് സമയം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് 10-14 കൊല്ലത്തോളം 20 മണിക്കൂർ നേരം ജോലി ചെയ്തിട്ടും 3 മണിക്കൂർ നേരം കിടന്നുറങ്ങിയിട്ടുമാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ട്രാക്കിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ആരാന്ന് വെച്ചാൽ എൻ്റെ മക്കളെ ഒപ്പം നടക്കണം. അവരാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ ഒപ്പം നടക്കൽ. അപ്പോൾ അതാണ് ഞാൻ അവരൊപ്പമാണ് എടുക്കലും. ഇപ്പോൾ നാട്ടിൽ പോയാലും ആണെങ്കിലും ഇവിടുന്നാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ പ്രായക്കാരായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇന്നുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടാക്കാൻ പറ്റായിട്ടില്ല, എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല. 132 രാജ്യങ്ങളിൽ സുഗന്ധം പരത്തുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് ഫ്രാഗ്രൻസ് വേൾഡ്. ആ ഫ്രാഗ്രൻസ് വേൾഡ് എങ്ങനെ ആയി എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 87 ബിസിനസ് തുടങ്ങി. 1000-ൽ കൂടുതലും ഉൽപ്പന്നങ്ങൾ ഞാൻ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ വിൽപ്പന നടത്തുകയായിരുന്നു. അതിൽ കോസ്മെറ്റിക്സ് ഉണ്ട്, ഗാർമെൻറ്റ്സ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, എല്ലാം ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു സാധനമാണ് പെർഫ്യൂംസ് എന്നുള്ളത്. ആ പെർഫ്യൂംസ് ഞങ്ങൾ പിന്നെ അതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പെർഫ്യൂം മാത്രം വിൽക്കുന്ന ഒരു സ്ഥാപനമാക്കി. 2004 മുതൽ ഞാൻ ഫ്രാഗ്രൻസ് വേൾഡ് പ്രൈവറ്റ് ലേബിൾ ഉണ്ടാക്കി തുടങ്ങി ആ ഒരു ബ്രാൻഡ് ചെയ്തിട്ട്. എന്നിട്ട് 2017 മുതൽ ഞങ്ങൾ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ലോകത്തിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി 132 രാജ്യങ്ങൾക്ക് 4000-ൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് വേറെയുള്ളവരെ ആകർഷിക്കും. നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എന്നെയും ആകർഷിക്കും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് പെർഫ്യൂം എന്നുള്ളത്. അതിന് പിന്നെ പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അതിന് പെർഫ്യൂമിനെ പറ്റുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഞാൻ തിരഞ്ഞെടുത്തതിൽ ഞാൻ എന്നും സന്തോഷവാനാണ്. അതിനുള്ള അംഗീകാരം എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും